െങ്കിൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ആരാണ് പ്രാർത്ഥിച്ചത്? വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട കാര്യമാ. മതപ്രസംഗത്തിന്റെ വേദികളിൽ വന്നിരിക്കുന്നവർ, ദീനിന്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നവർ, പ്രസംഗങ്ങൾ കേൾക്കാൻ വന്നിരിക്കുന്നവർ, പള്ളിയിൽ പോയി പ്രസംഗം കേൾക്കാനിരിക്കുന്നവർ, ഖുതുബയോട് ബന്ധപ്പെട്ട് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ആ പ്രസംഗം കേൾക്കുന്നവർ, ഉറുദു കേൾക്കാൻ പോയിരിക്കുന്നവർ, ഇങ്ങനെ നിരന്തരമായി അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി പറയുന്ന CD ഇട്ട് കേൾക്കുന്നവർ, എല്ലാവരും എന്റെ പ്രിയപ്പെട്ട മക്കളെ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട കാര്യമാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരങ്ങ് കേട്ടിട്ട് ആരെങ്കിലും ഒരാളത് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാതെ പോയാൽ, ഇന്ന് ഈ സദസ്സിൽ വന്നു, ഈ മഴയത്ത് എത്രയോ ദൂരെ നിന്ന് ബുദ്ധിമുട്ടിയായി ഇവിടെത്തിയത്, എന്തെല്ലാം പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ടായി ഇവിടെത്തിയത്, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ, ദീനിനോടുള്ള പ്രേമത്തിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് രാത്രിയിൽ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ, കണക്ക് നോക്കുമ്പോൾ, ഇന്നത്തെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ, ഇന്നത്തെ ദിവസം നമുക്ക് ദോഷമാണ് കൂടിയതെങ്കിൽ ഈ രാത്രി നഷ്ടമല്ലേ മക്കളെ? ഈ അധ്വാനം വിഫലമല്ലേ മക്കളെ? ഈ ഇരിപ്പ് പ്രയോജനരഹിതമല്ലേ മക്കളെ? ഈ സമയം നഷ്ടമല്ലേ മക്കളെ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടിട്ട് ആരെങ്കിലും സ്വലാത്ത് ചെല്ലാതിരുന്നാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചതാരാ? അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മുതൽ 1,00,000-ലധികം പ്രവാചകന്മാർക്ക് വാനലോകത്തു നിന്ന് സന്ദേശം എത്തിച്ചു കൊടുത്ത മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ദുആ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് കേട്ടിട്ട് ആരെങ്കിലും സ്വലാത്ത് ചെല്ലാതിരുന്നാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ആരാണ് ആമീൻ പറഞ്ഞത് മക്കളെ? ആകാശസീമകളിലേക്ക് കൈകൾ ഉയർത്തിയാൽ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ ആ കൈകൾ ഉയർത്തപ്പെടുന്നത്, ആ കാര്യം സിദ്ധിച്ചിട്ടല്ലാതെ, സാധിച്ചിട്ടല്ലാതെ കരങ്ങൾ താഴേക്ക് താഴ്ത്തപ്പെടേണ്ടി വന്നിട്ടില്ലാത്ത സ്വീകാര്യമായ പ്രാർത്ഥനയുടെ ഉടമയായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ആമീൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല ആമീൻ പറഞ്ഞത്? ഈ രാത്രിയിൽ പ്രതിയെടുക്കയിലെ പനോമന മക്കളെ, പരിസരത്തുനിന്ന് വന്ന പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിലെ തിങ്കളാഴ്ച രാവ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ തിങ്കളാഴ്ചയുടെ രാവ് ഈ ഒളിവിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് വീട്ടിൽ പോയിട്ട് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഇന്നത്തെ രാത്രിയിൽ പ്രവാചകന്റെ പേര് കേട്ടിട്ട് മിണ്ടാതിരുന്നു എന്ന കാരണം കൊണ്ട് ശിക്ഷകൾ രേഖപ്പെടുത്തപ്പെട്ട അവസ്ഥയില്, നഷ്ടം എഴുതപ്പെട്ട അവസ്ഥയില് വീട്ടിൽ പോയി ഉറങ്ങാൻ കിടന്നാൽ എത്രയോ ഖേദകരമാണത്. അള്ളാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കുമ്പോഴാ ഈ വിവരം കെട്ടവൻ പറയുന്നത് പോലെ, ഈ വൃത്തികെട്ടവൻ പറയുന്നത് പോലെ, സംസ്കാരശൂന്യൻ പറയുന്നത് പോലെ, അറിവ് കെട്ടവൻ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബ് മരിച്ചതിന് ശേഷമല്ല അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയത്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, എന്റെ പേരിൽ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ, ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ, ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സ്വലാത്തങ്ങ് ചൊല്ലിയേ മക്കളെ, ഒരു സ്വലാത്തങ്ങ് ചൊല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ സ്വലാത്ത് എന്റെ പേരിൽ ചൊല്ലിയാൽ, ഒരു സ്വലാത്തങ്ങ് ചൊല്ലുന്നതോടുകൂടി 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഒരു സ്വലാത്ത് ഇവിടെ നിന്ന് ചൊല്ലിയാൽ ഇന്നലെ രാത്രി വരെ, ഇന്ന് വൈകിട്ട് വരെ, ഇന്ന് മഗ്രിബ് വരെ, ഇന്ന് 8 മണി വരെ ഈ അങ്കണത്തിനൊരു പ്രാധാന്യവുമില്ല മക്കളെ. ഇത് നാൽക്കാലി മൃഗങ്ങൾ നടന്നിരുന്ന അങ്കണമാ, ഇത് നായ്ക്കളോടി നടന്ന അങ്കണമാ. ഈ പ്രദേശത്തിന്, ഈ മണ്ണിനൊരു പ്രാധാന്യവുമില്ല. എന്നാൽ ഇന്ന് രാത്രിയായപ്പോൾ ഈ മണ്ണിന്റെ പ്രാധാന്യം എന്താണ്? ഈ ഗ്രൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾ ഈ ചവിട്ടിയിരിക്കുന്ന ഗ്രൗണ്ട്, നിങ്ങളിരിക്കുന്ന ഗ്രൗണ്ട്, ഞാനിരിക്കുന്ന ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ടിന്റെ മുകൾ ഭാഗത്ത് ഒന്നാനാകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ് മക്കളെ. രണ്ടാനാകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. മൂന്നാനാകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. 7 ആകാശത്തിന്റെ വാതിലുകളും തുറക്കപ്പെടുകയാണ്. എന്റെയും നിങ്ങളുടെയും പേര് അർശിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ അർശിൽ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയതോടെ അള്ളാഹുവിന്റെ മുന്നിൽ ഇത് കൂട്ടമായിട്ടൊരു കൊട്ടയ്ക്കകത്തൊരു ചാക്കിനകത്ത് കൊണ്ടുപോയി ഹാജരാക്കുകയല്ല. ഓരോരുത്തരും ചൊല്ലിയ സ്വലാത്ത് റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാണ്. ആ ഓരോ സ്വലാത്ത്
ഹാജരാക്കപ്പെടുന്നത് പോലെ ഓരോരുത്തരും ചെല്ലിയ ബദിയടുക്കയിലെ ചെറ്റക്കൂലയിൽ കഴിയുന്ന പാവപ്പെട്ട മുസ്ലിമേ, നിന്റെ പേര് പറയപ്പെടുകയാ. എവിടെയാ പറയപ്പെടുന്നത്? ബറാക് ഒബാമയുടെ മുന്നിലല്ല, മൻമോഹൻ സിംഗിന്റെ മുന്നിലല്ല, പി ചിദംബരത്തിന്റെ മുന്നിലല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ മുന്നിലല്ല. എവിടെയാ നിന്റെ പേര് പറയപ്പെടുന്നത്? അനന്തവിശാലമായ ആകാശത്തെ സൃഷ്ടിച്ച തമ്പുരാൻ, ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന അനന്തകോടി താരകങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, ഈ പ്രവിശാലമായ ഭൂമിയെ സൃഷ്ടിച്ച, ഭൂമിയിൽ ആകാശം മുട്ട ഉയർന്നു നിന്നുകൊണ്ട് അമ്പിളിയമ്മാമനോട് തൊട്ടുരുമ്മി നിന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ടടക്കം പറയുന്ന പർവ്വതങ്ങളെ സൃഷ്ടിച്ച, പർവ്വതങ്ങളുടെ അടിവാരത്തുകൂടി ഒഴുകുന്ന കൊച്ചു കൊച്ചരുവികളെ സൃഷ്ടിച്ച, അലറി വിളിക്കുന്ന സമുദ്രത്തെ സൃഷ്ടിച്ച, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഒളിയിട്ട് നീങ്ങുന്ന കോടാനുകോടി ജീവികളെ സൃഷ്ടിച്ച സർവേശ്വരനായ, സർവജ്ഞനായ, സർവലോക സംരക്ഷകനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ, സർവഗുണ സമ്പൂർണനായ ഈ ബദിയടുക്കയിലെ ഇന്തിഫാദാ നഗറിലെ ഈ ഇരുന്നുകൊണ്ട് വിനീതനായ സർവ്വതനി സംസാരിക്കുമ്പോൾ എന്റെ ചുണ്ടിന്റെ ഓരോ ചലനങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, എന്റെ വിരൽത്തുമ്പുകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, എന്റെ ഹൃദയാന്തരാളങ്ങളിലെ ഓരോ ചലനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്ത് ഇപ്പോഴെന്ത് ചിന്തയാണോ വരുന്നത്, ആ ചിന്തയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളിരിക്കുന്നതിന്റെ കസേരയുടെ താഴ്ഭാഗത്തെ കാലിന്റെ കീഴ്ഭാഗത്തുകൂടി മന്നം മന്നം നീങ്ങിക്കൊണ്ടിരിക്കുന്ന എറുമ്പിൻ കൂട്ടങ്ങളുടെ കുഞ്ഞു കാലുകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, അതേ സമയം തന്നെ ഭൂമിയെ മൊത്തം നിയന്ത്രിക്കുന്ന, ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള, 33 ലക്ഷം ഇരട്ടി ഭാരമുള്ള, 109 ഇരട്ടി വ്യാസമുള്ള സൂര്യനുണ്ടല്ലോ, ആ സൂര്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ആ സൂര്യനുണ്ടല്ലോ മക്കളെ, ആ സൂര്യൻ ഭൂമിയിൽ നിന്ന് 12,29 ലക്ഷം മൈൽ ഉയരത്തിൽ നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യൻ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഒരൽപ്പം കൂടി താഴേക്ക് മാറി വന്നിരുന്നെങ്കിൽ ആധുനിക ശാസ്ത്രം എന്താ പറയുന്നത്? ഈ ഇരിക്കുന്ന മനുഷ്യ മഹാകൂട്ടത്തിന്, ഈ ലോകത്തുള്ള മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക് ഒന്നും ചലിക്കാൻ കഴിയാത്തവണ്ണം സൂര്യനാ നിൽക്കുന്നിടത്തുനിന്ന് ഒരൽപ്പം കൂടെ താഴേക്ക് വന്നിരുന്നെങ്കിൽ ഈ ഭൂമി മൊത്തം അതികഠിനമായ ചൂടുകൊണ്ട് വെന്തിരിഞ്ഞ് ചാമ്പലായി, ആ ചാമ്പല ചൂടുകൊണ്ട് ഉരുവിയത് നീരാവിയായി, ആ നീരാവി മുകളിലേക്ക് ഉയരുമെന്ന ശാസ്ത്രം പറയുന്നത്. ഭൂമി ഇപ്പോൾ നിൽക്കുന്ന ആ കൃത്യമായ ഉയരത്തിൽ നിന്ന് ഒരൽപ്പം കൂടെ മുകളിലേക്ക് സൂര്യൻ ഉയർന്നു നിന്നിരുന്നെങ്കിൽ, ഇപ്പോൾ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരൽപ്പം കൂടി മുകളിലേക്ക് സൂര്യൻ ഉയർന്നു നിന്നിരുന്നെങ്കിൽ, ആ സൂര്യൻ അങ്ങ് മേളിലേക്ക് പോയ കാരണത്താൽ ഈ ഭൂമിയിൽ ചൂട് കിട്ടാതെ, ഈ ഭൂമിയിലെ ജലാശയങ്ങൾ മൊത്തം, ഈ ഭൂമിയിലെ പാറക്കൂട്ടങ്ങൾ മൊത്തം, ഈ ഭൂമിയിലെ മണൽത്തരികൾ മൊത്തം, ഈ ഭൂമിയിലെ ജീവജാലങ്ങൾ മൊത്തം ഐസ് കട്ടയായി പോകുമായിരുന്നു എന്ന്, തണുത്ത് മരവിച്ചു പോകുമായിരുന്നു എന്ന്, ഈ സൂര്യനെ ആ കൃത്യമായ സ്ഥലത്ത് പിടിച്ചു നിർത്തുന്ന, 1 കിലോമീറ്റർ മുകളിലേക്ക് പോകാതെ, 1 കിലോമീറ്റർ താഴേക്ക് പോകാതെ, ഭൂമി മൊത്തം കരിഞ്ഞ് ചാമ്പലാകാതെ, ഭൂമി മൊത്തം തണുത്ത് ഐസ് കട്ടയാകാതെ ആ പിടിച്ചു നിർത്തുന്ന തമ്പുരാൻ, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച, എപ്പോഴും നമ്മൾ ഓതുന്ന സൂറത്ത് യാസീനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ സ്പഷ്ടമായി പറയുന്ന, സൂര്യനെ അതിന്റെ ഭ്രമണപഥത്തിലൂടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ, ചന്ദ്രനെ അതിന്റെ ഭ്രമണപഥത്തിലൂടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ, സൂര്യനൊരിക്കലും ചന്ദ്രനിലേക്ക് പ്രാപിക്കാതെ, ചന്ദ്രനൊരിക്കലും സൂര്യനിലേക്ക് പോകാതെ, സൂര്യനെയും ചന്ദ്രനെയും എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് വ്യത്യസ്തമായ ഭ്രമണപഥങ്ങളിലൂടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ, സർവ്വതിനെയും നിയന്ത്രിക്കുന്ന തമ്പുരാൻ, സർവേശ്വരനായ തമ്പുരാൻ, സർവജ്ഞനായ തമ്പുരാൻ, സർവലോക സംരക്ഷകനായ തമ്പുരാൻ, സർവാധിപതിയായ തമ്പുരാൻ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ തമ്പുരാൻ, സർവഗുണ സമ്പൂർണ്ണ
സ്നേഹപൂർണനായ തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ അവന്റെ മലക്കുകൾ ഗതിയെടുക്കയിലെ ഈ പാവപ്പെട്ട മുസൽമാന്റെ പേര് പറഞ്ഞ് ചർച്ച ചെയ്യപ്പെടുന്നത് എപ്പോഴാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരൊറ്റ സ്വലാത്ത് അങ്ങ് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്ന് 10 സ്വലാത്ത് നമുക്ക്. ഓ എന്തൊരു ഭാഗ്യ മക്കളെ ഈ സ്വലാത്ത് എല്ലുന്നതുകൊണ്ട്. ഇതൊരു ചെറിയ കാര്യമാണോ? ഇതൊരു ചെറിയ കാര്യമാണോ? ഖിയാമത്ത് വരെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ പേര് തസ്ബീഹ് പോലെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഒരു നയാ പൈസയുടെ ഗുണം നമുക്ക് കിട്ടുവോ? എന്നാൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെയുടെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു വട്ടം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാന്റെ റസൂല് പറയുകയാ, ഈ പാസ്റ്റർ പറഞ്ഞ പോലല്ല കാര്യം, ഈ വിവരം കെട്ടവൻ പറഞ്ഞ പോലല്ല കാര്യം. ഹബീബായ നബി പറയുകയാ, എന്റെ പേരിൽ ഒരു സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അല്ലാഹു തആല അപ്പത്തന്നവന്റെ 10 പാപങ്ങൾ പൊറുക്കപ്പെടും. ഒരു സ്വലാത്തില്ലേ അപ്പൊ തന്നെ 10 പാപങ്ങൾ ഔട്ട്. 10 സിനിമ ഉണ്ടത് കട്ട്. 10 സിനിമ ഉണ്ടത് കട്ട്. സിനിമ ആണെന്ന് പാപമാണോ? സുന്നത്തല്ലേ അല്ലേ? അതുകൊണ്ടാണല്ലോ പോക്കിരി രാജ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ പോയി ഇടിച്ചുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് പോയിട്ട് അല്ലേ? സിനിമകളുടെ ലോകം, സിനിമാറ്റിക് ഡാൻസുകളുടെ ലോകം, ഫുട്ബോളിന്റെ ലോകം, ക്രിക്കറ്റിന്റെ ലോകം. പിന്നെ ഒരു ചാടി കളിക്കുന്ന പെണ്ണുണ്ടല്ലോ, എന്താ പേര്? പേരത്ര കൃത്യമായിട്ടറിയാം. സാനിയ മിർസ. മൊത്തം കാണിച്ചുകൊണ്ട് ചാടുന്ന പെണ്ണ്. അതിന്റെ പുറകെ സാനിയ മിർസയുടെ കല്യാണം തെറ്റിയപ്പോ അതിന്റെ പേര് വിഷമം. സാനിയ മിർസയുടെ കല്യാണം തെറ്റിപ്പോയല്ലോ. പിന്നെ ഷുഐബ് മാലിക് കെട്ടാൻ വന്നപ്പോ പലരും മൗലൂദ് ഓതി ആ സന്തോഷം പ്രകടിപ്പിച്ചു. ഷുഐബ് മാലിക് വന്നു പാകിസ്ഥാനി. എന്തിനാ മക്കളെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വിധിവിലക്കുകളെ പിച്ച് ചീന്തുന്ന ഒറ്റൊരുത്തന്റെ പുറകിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരനും പോകാൻ പാടില്ല. ഒരൊറ്റ വഴിയേ നമുക്കുള്ളൂ, അത് മദീന മുനവ്വറയിലേക്കുള്ള വഴിയാണ്. ഒരൊറ്റ നേതാവേ നമുക്കുള്ളൂ, അത് വിശ്വഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആരുടെയെങ്കിലും പേരിൽ നമ്മൾ വികാരം കൊള്ളേണ്ടതുണ്ടെങ്കിൽ അതെന്റെയും നിങ്ങളുടെയും ജീവന്റെ തുടിപ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഒറ്റൊരുത്തന്റെയും പേരിൽ വികാരം കൊള്ളണ്ട. ഒറ്റൊരുത്തന്റെയും പേര് വികാരം കൊള്ളണ്ട. പോക്കിരി രാജ ആയാലും ശരി, പഴശ്ശി രാജ ആയാലും ശരി, ഏത് ഒരുത്തന്റെ പുറകിനും വികാരം കൊള്ളാൻ നമ്മൾ പോകേണ്ടതില്ല. നമുക്കൊരൊറ്റ നേതാവ് വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്ത് നമ്മുടെ മനസ്സാകുന്ന മാണിക്യക്കൊട്ടാരത്തിലെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സ്വലാത്തങ്ങ് ചെല്ലുമ്പോൾ ആ സ്വലാത്ത് ഒരൊറ്റ സ്വലാത്ത് പോണ്ടവൻ ഞാൻ പറയാം. ഒരൊറ്റ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം